സാർ ഒരു 2 പേര് ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ജീവനക്കാരാണെങ്കിൽ 1000 രൂപ പിടിക്കും, ഒരാളുടെ ക്ലെയിമേ പറ്റുള്ളൂ. ഇനി അവിടെ ചെന്നാലോ ആ ഓറിയന്റൽ ഇൻഷുറൻസുകാർ ആ കാശ് കൊടുക്കത്തുമില്ല. ഇത് ഒരു പ്രയോജനമില്ലാത്ത ഒരു മെഡിസപ്പ് ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. സാർ, സമരം ചെയ്യുന്നവരുടെ ഒരു ആനുകൂല്യം സർക്കാർ പങ്കാളിത്തത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കണമെന്നുള്ളതാണ്. സാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ജീവനക്കാർ സമരം ചെയ്യുന്നത്. സാറ് അവരുടെ സമരത്തിൻ്റെ നോട്ടീസ് ഞാൻ വായിക്കാം. സാർ, വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർ അർഹതപ്പെട്ട 19% ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല. ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുക മാത്രമല്ല, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദിത്തം സർക്കാർ ജീവനക്കാരാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഈ നോട്ടീസ് ജോയിന്റ് കൗൺസിലിൻ്റെതാണ്. സാർ, CPI MLA-മാര് എന്നോട് വിയോജിക്കത്തില്ലല്ലോ. അവരിൽ പലരും ജോയിന്റ് കൗൺസിലിന്റെ സമരവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പോയി പ്രസംഗിച്ചുള്ളവരല്ലേ, രാപ്പകൽ സമരത്തിൽ പോയി പങ്കെടുത്തിട്ടുള്ളവരല്ലേ. സാർ, ഇത് ഇവിടെ ജീവനക്കാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് ജോയിന്റ് കൗൺസിൽ ഇറക്കിയ നോട്ടീസാണ്. സാർ, നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലമായ നെടുമങ്ങാട് ഇന്നലെ സമരത്തിന്റെ പ്രചരണം നടത്തിയ ജോയിന്റ് കൗൺസിൽ CPI-കാരെ NGO യൂണിയൻകാർ ആക്രമിച്ചു. സാർ, കൊല്ലത്ത് സിവിൽ സ്റ്റേഷനിൽ NGO അസോസിയേഷൻകാരെ NGO യൂണിയൻകാർ ആക്രമിച്ചു. സാറ് ലീവ് സറണ്ടർ കിട്ടുന്നില്ലെങ്കിലും ക്ഷാമബത്ത കിട്ടുന്നില്ലെങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ജീവനക്കാർക്കെല്ലാം മുടങ്ങാതെ കിട്ടുന്നുവെന്നുണ്ട്. സാർ, അത് ദേശാഭിമാനിയാണ്, നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട്. സാർ, ഇവിടെ ഈ ജീവനക്കാർക്ക് ഇത് മാത്രമാണോ? സാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങ് അറിയാൻ വേണ്ടിയിട്ട് സർവീസ് വെയിറ്റേജ് UDF കാലത്ത് കിട്ടിയിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അത് എടുത്തു കളഞ്ഞു. HBA ഹൗസ് ബിൽഡിംഗ് അലവൻസ് UDF-ന്റെ കാലത്തുണ്ടായിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അതും എടുത്തു കളഞ്ഞു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് UDF-ന്റെ കാലത്തുണ്ടായിരുന്നു, LDF വന്നു, എല്ലാം ശരിയായി, അതും എടുത്തു കളഞ്ഞു. സാറ്, ഒരു ഓഫീസ് അറ്റൻഡ് OAക്ക് ഒരു ദിവസത്തെ ശമ്പളം ശരാശരി ഞാൻ കൂട്ടി പറഞ്ഞതാണ് ഒരു 825 രൂപ, LD ക്ലാർക്കിന് 905 രൂപ. സാർ, അതിൽ പങ്കാളിത്ത പെൻഷൻ്റെ 10% പിടിക്കും, പ്രൊവിഡന്റ് ഫണ്ട് മാൻഡേറ്ററി 6% പിടിക്കും, GIS പിടിക്കും, SLI പിടിക്കും, മെഡിസപ്പ് പിടിക്കും. HBA എടുത്തു കളഞ്ഞ കാരണം പുറത്ത് ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെത് പിടിക്കും, കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിക്കും. ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സാർ 1000 രൂപ പോലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത ജീവിതം നയിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരാണ് സാർ ഇന്ന് ഈ സമരം ചെയ്യുന്നത്. അവർ വരേണ്യ വർഗമാണ്, സമ്പന്ന വർഗമാണ് എന്നൊക്കെ ക്ലാസ് ഡിഫറൻസ് ഉണ്ടാക്കി ജനങ്ങളെ അവരെയും തമ്മിലടുപ്പിക്കരുത് സാർ. ഈ ഒരു കണ്ടിജൻസി സ്റ്റാഫ് ആയതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവനെ 400 രൂപയുള്ള ശമ്പളം, ലൈഫിൽ ഒരു വീട് പോലും കിട്ടത്തില്ല സാർ. അപ്പോൾ നമ്മളിതിനെ ആ മനുഷ്യത്വപരമായ അനുഭാവ സമീപനത്തോടു കൂടിയാണ് സാർ അവർ ഈ വിലക്കയറ്റ കാലത്ത് സമരം ചെയ്യുകയാണ്. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് കൂട്ടി, നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു, ഈ ഓട്ടോറിക്ഷ ചാർജ് കൂട്ടി. ഈ വിലക്കയറ്റ കാലത്ത് സാർ ഇവർ എങ്ങനെ ജീവിക്കും? സാർ, ഞാൻ നിർത്തും, 2 മിനിറ്റ് കൊണ്ട് നിർത്തും, വിഷയമല്ലാതൊന്നും പറയുന്നില്ല സാർ. ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സറണ്ടർ ഇല്ലാതായിട്ട്, ഈ സർവീസ് വെയിറ്റേജ് ഇല്ലാതായിട്ട്, HBA ഇല്ലാതായിട്ട്, പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ, വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവർ കൂട്ടക്കരച്ചിലായിരുന്നു സാറ്. പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? ഈ പെൻഷൻകാർക്ക് 40 മാസത്തെ DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം 85,000 പെൻഷൻകാർ ഇത് കിട്ടാതെ മരിച്ചുപോയി സാർ. ഇനി ആർക്ക് വേണ്ടിയാണ് സാർ കാക്കുന്നത്? കൂടുതൽ ആളുകൾ മരിക്കാനാണോ സാർ? പോലീസ് ട്രെയിനിങ് കാലം സർവീസായി പരിഗണിക്കണം, പെൻഷൻ ആനുകൂല്യം നൽകണം, അവരുടെ ആവശ്യമാണ് സാർ. അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യങ്ങളെ സമയബന്ധിതമായി പരിഷ്കരിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു.